ഡോക്ടർ, ഞാൻ ഈ അടുത്തിടെ ഒരു ഇത് വായിച്ചു. ഈ പീരീഡ്സ് ടൈമിൽ ചിലതരം പ്രത്യേക ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പെയിൻ കുറയുന്നു. ഇത് ഏതൊക്കെ ഫുഡാണെന്നൊന്ന് പറഞ്ഞുതരാമോ? ചില ഭക്ഷണങ്ങൾ അങ്ങനെ കുറേ റിസർച്ചുകൾ ഈയിടെയായിട്ട് ഞാനും കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ഒമേഗ 3 ഫാറ്റ്സ് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ അതുപോലെയുള്ള ഇതൊക്കെ കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന സ്ത്രീകളിൽ പീരിയഡ്സിൻ്റെ സമയത്തുള്ള വേദന കുറയുന്നതായിട്ട് കുറച്ച് സ്റ്റഡികൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടുതലുള്ള ഭക്ഷണങ്ങൾ, അതായത് ഫിഷ്, നട്ട്സ്, സീഡ്സ് ഒക്കെ ധാരാളം കഴിക്കുന്നത് മെൻസ്ട്രൽ സമയത്തുള്ള പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതുകൂടാതെ ധാരാളം വെള്ളം കുടിക്കുക, ധാരാളം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുക, ഇതുമൊക്കെ ആ സമയത്തെ ബ്ലോട്ടിങ്ങും പെയിനും ഒക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഡാർക്ക് ചോക്ലേറ്റിന് ചില ഈ പ്രീമെൻസ്ട്രൽ സിംറ്റംസ് റെഡ്യൂസ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. ഇതുകൂടാതെ പ്രോസസ്ഡ് ഫുഡുകൾ, സാധാരണഗതിയിൽ ബിസ്ക്കറ്റോ ബ്രെഡോ അല്ലെങ്കിൽ കേക്കോ അങ്ങനത്തെ പ്രോസസ്ഡ് ഫുഡുകൾ നമ്മൾ പാക്കറ്റിൽ വാങ്ങിക്കുന്ന ഭക്ഷണങ്ങൾ ഏതാണെങ്കിലും ബ്ലോട്ടിങ് കൂടുതലായിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഈ ബ്ലോട്ടിങ് ഉണ്ടാകുന്ന സമയത്ത് പീരിയഡ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഭക്ഷണം കൂടാതെ തന്നെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന സ്ത്രീകളിൽ പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പെയിന്, മൂഡ് സ്വിങ് ഒക്കെ നല്ലൊരു ശതമാനം വരെ കുറയുന്നതായിട്ടും കാണാറുണ്ട്. സ്ത്രീകളിൽ മെനോപോസ് ആയെന്ന് എങ്ങനെ മനസ്സിലാകും? അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഒരു 1 ഇയർ ആയിട്ട് പീരിയഡ്സ് വരാതിരിക്കുന്ന സമയത്താണ് നമ്മൾ ഒരു ലേഡിക്ക് മെനോപോസ് വന്നു എന്ന് പറയുന്നത്. പക്ഷേ മെനോപോസിൻ്റെ സിംറ്റംസ് പലപ്പോഴും പീരിയഡ്സ് നിൽക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തുടങ്ങും. ചില സ്ത്രീകൾക്ക് ഈവൻ 10 വർഷം മുമ്പ് തൊട്ട് തന്നെ മെനോപോസ് റിലേറ്റഡ് ആയിട്ടുള്ള സിംറ്റംസ് കാണാറുണ്ട്. എന്തൊക്കെ സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, ഒന്ന് പീരിയഡ്സ് ഇറഗുലർ ആവും. ചില ആൾക്കാർക്ക് പെട്ടെന്ന് വരും, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഡിലേ ആയിട്ട് വരാറുണ്ട്. ബ്ലീഡിങ് കൂടുതലോ കുറവോ അങ്ങനെ പല രീതിയിലുള്ള പീരിയഡ്സ് റിലേറ്റഡ് ചേഞ്ചസ് ഉണ്ടാവും. പിന്നെ അതുകൂടാതെ പെരിമെനോപോസൽ ടൈമിൽ ഹോട്ട് ഫ്ലാഷസ്, രാത്രിയിലൊക്കെ കിടക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്ന പോലെ ഉള്ള സിംറ്റംസ്, അതുപോലെ രാത്രിയിൽ നൈറ്റ് സ്വെറ്റ്സ്, ജനറലി ഉള്ള സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്, മൂഡ് സ്വിങ്സ്, ഭയങ്കരമായിട്ടുള്ള ക്ഷീണം, പിന്നെ തൊലിപ്പുറത്ത് അല്ലെങ്കിൽ വജൈനയിലൊക്കെ ഉണ്ടാകുന്ന ഡ്രൈനെസ്, ഹെയർ ലോസ്, ഇങ്ങനെയുള്ള സിംറ്റംസാണ് കോമൺലി മെനോപോസിൻ്റെ കൂടെ കാണാറുള്ളത്. ഈ മെനോപോസിൻ്റെ സിംറ്റംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഈ സിംറ്റംസ് ഒരാൾക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി അക്സെപ്റ്റഡുമാണ്, ജനറലി സേഫുമാണ്. അതായത് വളരെ ചെറിയ ഡോസിൽ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ ഹോർമോൺസ് സപ്ലിമെൻറ്റ് ചെയ്യുന്ന തെറാപ്പിയാണത്. ഓറലി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വജൈനൽ ഡ്രൈനസ് ഒക്കെ കൂടുതലുള്ള സ്ത്രീകൾക്ക് വജൈനലായിട്ടും വജൈനൽ ക്രീമായിട്ടും ഇത് കൊടുക്കാറുണ്ട്. പിന്നെ ഹോട്ട് ഫ്ലാഷസ്, നൈറ്റ് സ്വെറ്റ്സ് പോലെയുള്ള സിംറ്റംസ് ഉള്ളപ്പം നമ്മൾ ബോഡീനെ കഴിയുന്നതും കൂളായിട്ട് വെക്കാൻ ശ്രമിക്കുക. ധാരാളം വെള്ളം കുടിക്കുക, ലൂസ് ഫിറ്റിംഗ് ക്ലോത്ത്സ് ഇടുക, റിലാക്സേഷൻ ടെക്നിക്സ്, മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ, ഇതൊക്കെ ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇതുകൂടാതെ റെഗുലർ എക്സസൈസും ഒരു ബാലൻസ് ഡയറ്റും ഒക്കെ ഈ മെനോപോസ് റിലേറ്റഡ് സിംറ്റംസിനെ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഫൈറ്റോ ഈസ്ട്രജൻസ് അല്ലെങ്കിൽ ഈസ്ട്രജൻ പോലെയുള്ള പ്ലാന്റ് പ്രൊഡക്ട്സ് ഉള്ള ഫുഡുകൾ, ഐസോഫ്ലാവോൺസ്, ലിഗ്നാൻസ് എന്നൊക്കെ പറയുന്ന ചില കമ്പോണൻസിനാണ് നമ്മൾ ഈ ഫൈറ്റോ ഈസ്ട്രജൻസ് പറയുന്നത്. ഇത് ധാരാളമുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെയാണ്. സോയാബീൻസ്, പരിപ്പുകൾ, കടല, അതുപോലെയുള്ള ഭക്ഷണങ്ങളിൽ ഐസോഫ്ലാവോൺസ് ഉണ്ട്. അതുപോലെ ഫ്ലാക്സ് സീഡുകൾ, ചില ഫ്രൂട്ട്സ്, വെജിറ്റബിൾസിൽ അതിലൊക്കെ ധാരാളം ലിഗ്നിൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നതും ഒരു പരിധിവരെ ഈ മെനോപോസിൻ്റെ സിംറ്റംസിനെ മാനേജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഡോക്ടർ, പീരീഡ്സ് ലേറ്റായിട്ട് വരാൻ പ്രഗ്നൻസിയും PCOD അല്ലാതെ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? മിക്കവാറും കേസുകളിൽ പ്രഗ്നൻ്റ് അല്ലാത്തൊരു സ്ത്രീയിൽ പീരീഡ്സ് ലേറ്റ് ആവുന്നത് PCODയോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു ഹോർമോൺ ചേഞ്ച് തന്നെ ആയിരിക്കും. പക്ഷേ ചിലപ്പോൾ അത് കൂടാതെ തന്നെ ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സുള്ളൊരു സിറ്റുവേഷൻ, അതിപ്പോൾ ഫിസിക്കൽ സ്ട്രെസ്സും ആവാം, മെൻ്റൽ സ്ട്രെസ്സും ആവാം, അത് കാരണം ചിലപ്പോൾ പീരീഡ്സ് ലേറ്റ് ആവാറുണ്ട്. അതുപോലെ മാൽനറിഷ്മെൻറ്റ് കാരണം, അതായത് ഭയങ്കരമായിട്ട് അണ്ടർ ഈറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല, ഡയറ്റ് ക്രാഷ് ഡയറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഈവൻ പെട്ടെന്ന് വെയിറ്റ് കൂടിക്കഴിഞ്ഞാലും അത് ഉണ്ടാവാറുണ്ട്. തൈറോയിഡ് ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. ഭയങ്കരമായിട്ട് എക്സസീവായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ ശീലമില്ലാത്ത ഒരാൾ ഒരു മാരത്തോണൊക്കെ ഓടാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ സ്ട്രെസ്സ് കാരണം തന്നെ പീരിയഡ്സ് ലേറ്റ് ആവാറുണ്ട്. ചില ഇൽനെസ് വന്ന് ബോഡി വീക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവാം. ചിലപ്പോൾ ചില മെഡിസിൻസിൻ്റെ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ടും അങ്ങനെ പീരിയഡ്സ് ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷേ സാധാരണ റെഗുലറായിട്ട് പീരിയഡ്സ് വരുന്ന ഒരാൾക്ക് പെട്ടെന്ന് പീരിയഡ്സ് വളരെ ലേറ്റ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ഡോക്ടറെ കാണിച്ചതിൻ്റെ കാരണം കണ്ടുപിടിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലത്. പെൺകുട്ടികളിൽ ചെറിയ പ്രായത്തിൽ തന്നെ പീരീഡ്സും വരുന്നുണ്ടല്ലോ, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ പീരിയഡ്സ് 8-9 വയസ്സിൽ തന്നെ പീരിയഡ്സ് വന്നതായിട്ട് ഇപ്പോൾ ഈയിടെയായിട്ട് കാണാറുണ്ട്.
മെയിനായിട്ട് അതിൻ്റെ കാരണങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് കുട്ടികളിൽ കൂടി വരുന്ന ഒബീസിറ്റി. പലപ്പോഴും ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ ഭയങ്കര അമിതവണ്ണത്തിൻ്റെ പ്രശ്നവും അത് കാരണം ഉണ്ടാകുന്ന ഹോർമോണൽ പ്രോബ്ലംസും കാണാറുണ്ട്. അതിൻ്റെ ഫലമായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഒരുപാട് പ്രോസസ്ഡ് ഫുഡുള്ളൊരു ഡയറ്റ്, പ്രോസസ്ഡ് ഫുഡുകളും സാച്ചുറേറ്റഡ് ഫുഡ്സും ഉള്ളൊരു ഡയറ്റ് പീരിയഡ്സ് വേഗം വരാനൊരു കാരണമാണ്. പിന്നെ നമ്മളുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ അന്തരീക്ഷത്തിൽ, നമ്മളുടെ ചുറ്റുപാടുകളിലുമുള്ള എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് കെമിക്കൽസ്, അതായത് ഈ ചില BPA പ്ലാസ്റ്റിക്സിൽ ഉണ്ടാവും എന്നൊക്കെ പറയില്ലേ, ഇങ്ങനത്തെ ചില കെമിക്കൽസ് നമ്മളുടെ ഹോർമോണൽ സിസ്റ്റമായിട്ട് ഇൻ്റർഫിയർ ചെയ്ത് അത് കാരണവും പീരിയഡ്സ് നേരത്തെ വരുന്നതായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികളിൽ സ്ട്രെസ്സിൻ്റെ ലെവൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ, ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ ലെവൽ കുറവാണ്, ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടും പീരിയഡ്സ് നേരത്തെ വരാം. അതൊരു പ്രശ്നമല്ല, പക്ഷേ ജനറലി പീരിയഡ്സ് വരുന്ന ഏജ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട്.